ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനുള്ളത് TMA ആണ്, ടിബിൽസി മെഡിക്കൽ അക്കാഡമിയിലാണ്. 1992 നമ്മുടെ ഈ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ടിബിൽസി ക്യാപിറ്റൽ സിറ്റിയിൽ തന്നെയാണ് നമ്മുടെ ക്യാമ്പസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എളുപ്പമാണ്. അതിന് നിയറസ്റ്റ് തന്നെ നിങ്ങൾക്ക് റെസ്റ്റോറന്റ്, സ്റ്റേ കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഫസ്റ്റ് ഇയറിൽ സ്റ്റുഡൻസിന് ഓസ്കി എക്സാമിനേഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഓസ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവബിൾ സ്ട്രക്ചർ ക്ലിനിക്കൽ എക്സാമിനേഷൻ. സോ നമുക്ക് അതിൽ പ്രാക്ടിക്കൽസ് കൊടുക്കുന്ന മാനിക്യൂൻസ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. സോ കറന്റ് ക്ലാസ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് ക്ലാസ് റൂംസ് ഓപ്പൺ ചെയ്ത് കാണിക്കൽ പോസിബിൾ അല്ല. ഇപ്പോൾ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി തന്നെയാണ് TMA. MBBS പഠിക്കുന്ന സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും പ്രാക്ടിക്കൽസ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവണം. സോ ഓസ്കി എന്ന് പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഇവിടെ ഓസ്കി സെന്റേഴ്സ് കാര്യങ്ങൾ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ഓസ്കി യൂണിറ്റ്സ് ആണ് വരുന്നത്. ഇപ്പോൾ ഗൈനക്കോളജി ആയിക്കോട്ടെ, പീഡിയാട്രിക്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് പ്രാക്ടിക്കൽസ് കാര്യങ്ങൾക്ക് അതായത് പ്രാക്ടിക്കൽ കാര്യങ്ങൾക്കൊക്കെ അത്രയും എക്സ്പോഷർ കിട്ടുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ഇത്. പിന്നെ ഞാൻ മലയാളി സ്റ്റുഡൻസ് ആയിട്ടൊക്കെ സംസാരിച്ച സമയത്താണെന്നുണ്ടെങ്കിലും അവർ അത്രയും അധികം ഹാപ്പിയാണ് കേട്ടോ. ഇപ്പോൾ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിലും സ്റ്റുഡൻസ് കറന്റ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. മാത്രമല്ല, ഇപ്പൊ റീച്ചബിലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം, ടിബിൽസി എന്നുള്ളത് ജോർജിയയുടെ ക്യാപിറ്റൽ സിറ്റിയാണ്. അപ്പൊ ഞാൻ ടിബിൽസിയിൽ റീച്ച് ആയത് ഇൻഡിഗോ എയർലൈൻ വഴിയിട്ടായിരുന്നു. നമുക്ക് വൺ സൈഡ് ഒരു 20-25 റേഞ്ചിലായിരിക്കും നമ്മുടെ എയർ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവുക. മാത്രമല്ല, ഞാനിപ്പോ ട്യൂഷൻ ഫീസിനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 7,000 USD ആണ് നമുക്ക് ട്യൂഷൻ ഫീസ് വരുന്നത്. പിന്നെ നമ്മുടെ ലിവിംഗ് കോസ്റ്റ് വരുവാണെങ്കിൽ ഒരു ആവറേജ് $275 മുതൽ $300 വരെയാണ് ലിവിംഗ് കോസ്റ്റ് വരാറുള്ളത്. സോ ഇതാണ് നമ്മുടെ TMAയുടെ ടോട്ടൽ വിശേഷങ്ങൾ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ കണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും TMA ഒരു ഓപ്ഷൻ ആയിട്ടിരിക്കുന്ന സ്റ്റുഡൻസിന് ഫർദർ എൻക്വയറി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.